ഹായ് സോ ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അത് നമ്മളെല്ലാവരും ഇപ്പം ബിഗ് ബോസ് സീസൺ 5 ഒരുപാട് സീൻസ് ഒക്കെ കാണുന്നുണ്ട്. ആൻഡ് ബേസിക്കലി ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ജഡ്ജ്മെന്റ് പാസ് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. ഐ ആം ബേസിക്കലി I'm not supporting anybody or I'm not against anyone. The only thing I think I am not feeling comfortable is because ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഉള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. ഇത് സീസൺ 1 മുതൽ നമ്മൾ കണ്ടുകൊണ്ടുവരുന്ന ഒരു ഫ്ലോ പോലത്തെ ഒരു സംഭവമാണ്. ദാറ്റ് എല്ലാ തവണയും ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അവർ ഷോന് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ട് നമ്മൾ അവർ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ സിംപത്തൈസ് ചെയ്യും, എംപത്തൈസ് ചെയ്യും, അല്ലെങ്കിൽ ദേഷ്യം വരുത്തും, അല്ലെങ്കിൽ വി കീപ് പാസിംഗ് ഓൺ ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ വാട്ട് ദേ ഹാവ് ഡൺ ബിഫോർ ദ ഷോ. ഞാനത് എന്തുകൂടെ പറയുന്നതെന്ന് വെച്ചാൽ ഞാനും പേഴ്സണലി അങ്ങനത്തെ ഒരു ഷോ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു ഒരാളുമാണ്. അത് കൂടാതെ എന്റെ സിസ്റ്ററും അതിൽ പാർട്ടിസിപ്പേറ്റ്, ഈവൻ ദോ മീ ആൻഡ് മൈ സിസ്റ്റർ ഹാസ് എൻ ഓപ്പോസിറ്റ് വ്യൂ അബൌട്ട് ഇറ്റ്. പക്ഷെ എന്നാലും ആ ഷോയിൽ വന്ന ഒരുപാട് ആൾക്കാർ ലൈക്ക് ബിഗ് ബോസ് സീസൺ 2 അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ്, 3 അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായി, 4 അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ്, നൗ അഗെയിൻ ഓൺ 5th season. We basically have one scapegoat in every season where TRP ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അയാളുടെ കഥ എന്തെങ്കിലും രീതിയിൽ അത് പുറത്ത് ജനങ്ങൾ വരെ എത്തിക്കുക, എന്നിട്ട് ആ സാധനത്തിന് ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്ന രീതിയിൽ തന്നെ അത് TRP. ഇപ്പൊ ഞാൻ പറയണു, ഇപ്പൊ അനിയൻ മിഥുൻ പറഞ്ഞ കഥയില് എല്ലാം തെറ്റാന്ന് തന്നെ വിചാരിച്ചു, ഒരു 1% പോലും സത്യമില്ലെന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് ബിഗ് ബോസിന്റെ ടീം അവനെ പുറത്താക്കിയില്ല? റാദർ ദേ മെയ്ഡ് ഇറ്റ് എ പോയിന്റ് ഓഫ് TRP. ഇതിന്റെ ഉള്ളിൽ മോഹൻലാൽ സാറിനെ അവിടെ അത്രയും വലിയൊരു എപ്പിസോഡിൽ ഒരു 10 minutes to 15 minutes ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ TRP കിട്ടിയ ദിവസമായിരിക്കും ഇന്നലത്തെ ഒരു എപ്പിസോഡ് എന്ന് വെച്ചാൽ. വൈ? ബിക്കോസ് സത്യം പറഞ്ഞാൽ ഈ ഷോയിൽ, ഈ തവണത്തെ ഷോയിൽ അങ്ങനെ വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല, പിടിക്കാനൊന്നുമില്ല, അന്ന് ആൾക്കാർക്ക് സംസാരിക്കണമൊന്നും കിട്ടുന്നില്ല. എന്നാ പിന്നെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ? ഞാൻ പറയട്ടെ, ഈ എന്തുകൊണ്ട് ബിഗ് ബോസിന്റെ, നിങ്ങൾക്ക് എന്താ തോന്നിയത്, ബിഗ് ബോസിന്റെ ടീം ഓഡിഷൻസ് ചെയ്യുമ്പോൾ ഇവരോട് കഥകൾ ചോദിക്കാറില്ലെന്നാണോ? എല്ലാ തവണയും എല്ലാവരുടെ ഓഡിഷൻസ് നടക്കുമ്പോൾ അതിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും അവർക്ക് എക്സ്പീരിയൻസ്, ബിക്കോസ് ഇവരുടെ ഉള്ളിൽ നടക്കാൻ പോകുന്ന ടാസ്കുകൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഏറ്റവും വലിയ ഇൻസിഡന്റ്, ഏറ്റവും വലിയ സാഡസ്റ്റ് തിങ്, ഏറ്റവും വലിയ ഹാപ്പി തിങ്, ഇതിനെക്കുറിച്ചുള്ള നല്ലപോലെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഇവരെ ഉള്ളിലേക്ക് കയറ്റാം. അന്നും ഈ ഒരു കഥ ഉറപ്പായിട്ടും ഇതിന് ഇവരോട് സംസാരിച്ചിട്ടുണ്ടാവണം, പറഞ്ഞിട്ടുണ്ടാവണം. ബിക്കോസ് എനിക്കറിയാവുന്ന മിഥുന് ഇതുപോലെ സെയിം കാര്യങ്ങൾ ഈ ബിഗ് ബോസിൽ കയറുന്ന മുമ്പ് തന്നെ നമ്മുടെ സർക്കിൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവൻ ബിഗ് ബോസിൽ കയറാനുള്ള പ്ലാനിങ് അല്ല. എന്നാൽ ഈ ഒരു സെയിം സ്റ്റോറി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, നുണ എന്താണോ എന്ന് ഞാൻ നോക്കാൻ പോയിട്ടില്ല. ദി ഫാക്ട് ഇസ് സിമ്പിൾ ആസ് ദാറ്റ്. ഐ ആം ഓൺലി സെയിങ് മിഥുൻ ഇൻസൈഡ് ദി ഷോ. മിഥുനെ മാത്രമല്ല, മിഥുനെ പോലത്തെ അതിലുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സും ആ ഷോന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് കാണിച്ചു കൂട്ടുന്നു അതാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മൾ പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ? ആൾക്കാരെ വലിച്ചു കീറുമ്പോഴാണ്. ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സുഖം എവിടെ കിട്ടുന്നു? ഒരാളെ വലിച്ചു കീറുമ്പോൾ കിട്ടുന്ന സുഖം കിട്ടില്ലല്ലോ. അത് തന്നെയാണ് ആദ്യത്തെ സീസൺ മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, അനിയൻ മിഥുൻ ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആയതുകൊണ്ട് മാത്രമല്ല, ഇതുപോലത്തെ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ വരുന്ന ഓരോ കണ്ടസ്റ്റന്റ്സ് ഹാവ് എ ലൈഫ് ഔട്ട്സൈഡ് ദിസ് ഷോ. നമ്മളെല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ കയറി അങ്ങ് മെരക്കാണ്, ഒന്നും ചിന്തിക്കില്ല. ലൈക്ക് ദീസ് പീപ്പിൾ ഹാവ് എ ലൈഫ് ആഫ്റ്റർ ഇറ്റ്. ആ ഷോയിൽ അവിടെ പറഞ്ഞ കാര്യം സത്യമാണോ നുണയാണോ എന്ന് ആദ്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബിഗ് ബോസ് ടീം പറഞ്ഞല്ലോ, ദേ ആർ ഗോണ ബി ചെക്കിംഗ് ദിസ് ഔട്ട് ആൻഡ് ദെൻ ദേ വിൽ കം ഔട്ട് ഓഫ് ദി ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഒരാൾ നമ്മൾ സസ്പെക്ട് ചെയ്തു, ഇയാൾ പറഞ്ഞത് കള്ളമായിരിക്കണം. ആ കള്ളമാണെങ്കിൽ പോലും എന്തടേ അതിന്റെ ഉള്ളിൽ അയാൾ കാണിക്കുന്നോ ഇല്ലയോ, അയാൾ ഗെയിം കളിക്കുന്നുണ്ടോ ഇല്ല, പുറത്താക്കണം. ഇത് ഓരോ ആൾക്കാരുടെ ലൈഫ് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കണം. എല്ലാ സീസണിലും ഒരാൾ ഇങ്ങനെ ഉണ്ടാവും, ഹൂസ് ലൈഫ് വിൽ ബി സ്ക്രൂഡ് അപ്പ് ആഫ്റ്റർ ദി ഷോ. ഒരു പണിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 2 സീസണായിട്ട് കുറച്ച് പണിയുണ്ട്. പക്ഷെ എന്നാ പോലും ദിസ് ഇസ് ഹൈ ടൈം. ലൈക്ക് നമ്മള് ഒരുപാട് എഡ്യൂക്കേഷൻ കൂടി, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ മൈൻഡ് ബ്രോഡൻഡ് ആയി നമ്മൾ ഭയങ്കരമായിട്ടും 21st century 22nd centuryയിലേക്ക് കാൽ വെക്കാൻ പോകണം. ഭയങ്കരമായിട്ടും ഓപ്പൺ മൈൻഡഡ് പീപ്പിൾ. സീരിയസ്ലി സ്പീക്കിംഗ്,
നമ്മളെ പോലത്തെ നാരോ മൈൻഡഡ് ആൾക്കാരില്ല. നമ്മളെ പോലെ ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വെറുതെ കുത്തിയിരിക്കുന്ന ആൾക്കാർ വേറെ ആരും ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഈ ഡെക്കേഡിന് മുമ്പത്തെ ഡെക്കേഡിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായില്ല. ഇന്നത്തെ പ്ലാറ്റ്ഫോം നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അവരെ പൊക്കാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. എങ്ങനെ ഒരാളെ താഴ്ത്തണം, ന്യൂസ് ചാനൽ മുതൽ എല്ലാം അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു ന്യൂസ് കിട്ടാൻ, ഒരാളെ താഴ്ത്തി പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് ബിഗ് ബോസ് ഇതുപോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളെയും നമ്മളെ പോലത്തെ ഒരുപാട് കോമണേഴ്സ് ആണ് അതിന്റെ ഉള്ളിൽ പോണേ. അവർക്ക് ലൈഫ് ഉണ്ടോ? ഇപ്പൊ ഇറങ്ങിയിരിക്കണു അവനൊരു വുഷു പ്ലെയർ എന്ന് തന്നെ പറഞ്ഞത് വലിയൊരു കള്ളമാണ്. അവന്റെ ക്രെഡൻഷ്യൽസ് തന്നെ കള്ളത്തരമാണ്. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആൾക്കാര്. Literally, like everybody has so much time in basically finding out അയാളുടെ കുഴപ്പങ്ങൾ എന്താണ്. ലിറ്ററലി നിങ്ങൾക്കൊക്കെ വീട് വേറെ പണിയില്ലടോ. ഷോ ആയിട്ട് കാണാം, അത് അവിടെ വെച്ച് തീർക്ക. ഒരാളുടെ ലൈഫിൽ അയാൾ മിനിഞ്ഞാന്ന് അവിടെ പോയിന്നാ പറഞ്ഞത്, പക്ഷെ അയാൾ പോയത് മറ്റന്നാളായിരുന്നു. അത് കള്ളമായി പോയി. നമ്മളൊക്കെ എത്ര കള്ളങ്ങളും എത്ര സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. ആദ്യം നമ്മളെ തന്നെ ഒന്ന് കണ്ണാടി പോയി നോക്കണം, എന്നിട്ട് വേണം ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ. നമ്മൾ അത്രയ്ക്ക് സെൽഫ് റൈറ്റസ്, നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ കറക്റ്റ്. ഒരാളെ പൊക്കാൻ വേണ്ടി മറ്റാളെ താഴ്ത്തി പേര അല്ലെന്നുണ്ടെങ്കിൽ ആളങ്ങ് തീർത്ത് കളയാം. I'm just not gonna say that he's an international player, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നോ. അതിന്റെ ഉള്ളിൽ വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കഥകളുണ്ട്. ഇന്നും ഇതൊന്നെങ്കിൽ നാളെ വേറൊരാളും വരും. അടുത്ത സീസണിൽ വേറൊരാൾ സ്കേപ്പ് ഗോട്ടായിട്ട് വരും. അങ്ങനെ ഓരോ സീസൺസിൽ TRPക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തിയുടെ ലൈഫ് തീരും. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെയും ഞങ്ങളെ പോലത്തെ ഈ ഓഡിയൻസ് ആണ്. And you or someone close to you can also be a part of the show. Always remember that. ഇന്ന് നമ്മൾ എന്താണോ അങ്ങോട്ട് വാരി കൊടുക്കുന്നത് ഇങ്ങോട്ട് തന്നെ വാരി ഇങ്ങോട്ടും കിട്ടും. So stop this. Like ഒരാളെ ചീത്ത പറഞ്ഞ ഈ ഒരു സൈബർ ബുള്ളിങ് അറ്റാക്ക് ഉണ്ടല്ലോ, അതൊന്ന് നിർത്തിക്കൂടെ? അത്രയ്ക്ക് വെറുതെ ഇരിക്കുകയാണോ? I'm sorry, like this is not because of anything else, because I have been facing this thing and I've been saying this thing so continuously that I still figure. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അവനെ റോങ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും മോട്ടിവേഷൻ നിങ്ങൾ ഒരാൾ നല്ലതാണ് കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ എത്തിയേനെ നിങ്ങളൊക്കെ? ഒരാള് റോങ് എന്നും അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റോങ് ആണെന്നും പുറത്ത് അവൻ വേറെ വലിയൊരു കള്ളനാണ്, അയാൾ വലിയൊരു ഗുണ്ടയാണ്, അയാൾ വേറൊരു ക്രിമിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്തോ ഇതാണ്. ആൻഡ് ഇത് ഞാൻ ഈ സീസണിൽ മാത്രമല്ല പറയുന്നത്, ഡിംപിളുടെ സീസണിൽ ഡിംപിളും മജീസിയും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായി. അത് കഴിഞ്ഞ് സായി ഉണ്ടായി. അങ്ങനെ ഓരോ സീസൺസിലെ ഇത് 3 ഒരു സീസൺ, വേറെ ഒരുപാട് സീസൺസ് ഉണ്ടായി. എല്ലാ സീസൺസിലും ഒരുപാട് ആൾക്കാരുണ്ട് ഹൂ ബിക്കെയിം അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവൻ അത്രയ്ക്ക് കാശുണ്ടല്ല, വീടിന്റെ കുറ്റി മേടിക്കാൻ പറ്റില്ല. അവൾക്ക് ഓൾറെഡി ഒരു കള്ളത്രത്തിന്റെ കേസ് ഉണ്ട്. ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ടാണോ അവരൊക്കെ ബിഗ് ബോസിൽ കയറ്റുന്നത്? അല്ലാതെ ഇതൊന്നും കള്ളം പറഞ്ഞിട്ടല്ല അവർ കയറുന്നത്. പറയണത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ലൈഫിൽ മോശമായിട്ട് ചെയ്തിട്ടില്ലെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലെന്നാണ്. I'm really sorry because ഇന്ന് ഫുൾ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ട് എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. And this is not, I'm saying it's not a support video for Onion. It's a support video for any person who's a participant of Big Boss. അത് കഴിഞ്ഞ സീസൺസ് ആയിക്കോട്ടെ, ഇനി വരാൻ പോണ സീസൺസ് ആയിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ പറയണത്, ബിഗ് ബോസ് ഇതുപോലെ പുറത്തുള്ള കഥകൾ പറയിപ്പിക്കാൻ നിർത്തണം. അതിന്റെ ഉള്ളിൽ എത്ര ടാസ്ക് വേണമെങ്കിലും കൊടുത്തോ, ഇടിക്കാൻ കൊടുക്കോ, എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിച്ചോ. അത് വെച്ചിട്ട് ജനങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് അവർക്ക് നിലപാടുണ്ടോ ഇല്ലയോ, അവർ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അവരെ പ്രസന്റ് ചെയ്യുന്നത് ഇല്ലെന്നെങ്കിൽ പുറത്താക്കണം. അല്ലാതെ പുറത്തുള്ള കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അവന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് ഇതാ പറഞ്ഞ, പക്ഷെ ആ പേരിൽ ഒരു പെണ്ണും ജീവിച്ചിരിപ്പില്ലല്ലോ, എന്തൊക്കെയാടോ? So that's all about it. Like ഇത് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചിരിയെങ്കിലും ആൾക്കാർ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ നോക്ക്, അത്രേ ഉള്ളൂ.